ഹായ്, ഇന്നൊരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിലാണ് ലഡു നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇടഞ്ഞെടുത്ത മാവാണ്. ഇനി അത് ഞാൻ 2 പ്രാവശ്യമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് അടിച്ചെടുക്കാൻ. അതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തു, ഒരു നുള്ളു സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവം മതിയേ, ദോശമാവിൻ്റെയൊക്കെ ഈ ഒരു പരുവം. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞ കളർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മഞ്ഞ കളറിന് പകരം മഞ്ഞപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഈ കളർ ഇരുന്നുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തതാണ്. ഇനി ഇത് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഒരു കണ്ണോപ്പയ്ക്കകത്ത് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാമേ. നമ്മൾ ചോറൊക്കെ വാർക്കാൻ വെക്കണ കണ്ണോപ്പയില്ല, അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ഈ ബൂന്തി നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ചെറിയ ചെറിയ ബോൾസായിട്ട് ഈ ബൂന്തി എല്ലാം വീണിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. 2 സ്റ്റെപ്പായിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ച് വലിയ പീസസ്സായിട്ട് ഈ ബൂന്തികൾ ഒട്ടിപ്പിടിച്ചിരുന്നാലും കുഴപ്പമില്ല. നമ്മളിത് വലിയ പീസസ് പിന്നെ വറുത്ത് കോരിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയേ. ഈ ഒരു പരുവം മതി. ഒരുപാടങ്ങ് മൂത്ത് പോവരുത് കേട്ടോ. മൂത്ത് പോയി കഴിഞ്ഞാൽ ലഡുവിൻ്റെ ആ ഒരു കളറ് ചേഞ്ച് ആകും. ഇത് ചെറുതായിട്ടൊരു കിലുക്കം കേൾക്കുമല്ലോ, നമ്മൾ ഉപ്പേരിയൊക്കെ വറക്കുമ്പോൾ ആ ഒരു ചെറിയ കിലുക്കം കേൾക്കില്ല. ആ ഒരു പരുവത്തിൽ ഇത് കോരി മാറ്റാം. ഇനി ഞാൻ ബാക്കി ഇരുന്ന മാവും ഇതേപോലെ തന്നെ ബൂന്തിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ഞാൻ ബൂന്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാമേ. ഒരുപാടങ്ങ് പൊടിയരുത്, പകുതി പൊടിയണം, പകുതി പൊടിയരുത്. ആ ഒരു പരുവത്തിന് വേണം പൊടിച്ചെടുക്കാൻ. ഞാൻ ഇപ്പോൾ എല്ലാം ഇതേ പരുവത്തിലാണ് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരുപാടങ്ങ് പൊടിഞ്ഞും പോകരുത്, എന്നാൽ ഒരുപാട് ബൂന്തി ഇങ്ങനെ കിടക്കുകയും ചെയ്യരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും ആ ലഡു ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളേ. ഇതേപോലെ ഞാൻ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതിലേക്ക് പഞ്ചസാരപ്പാനി തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.25 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് 1 കപ്പ് കടലമാവിന് 3/4 കപ്പ് പഞ്ചസാരയാണ് കണക്ക്. അപ്പോൾ ഞാനിവിടെ 2.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1.25 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 2 കപ്പ് തികച്ചെടുത്തിട്ടില്ല. ഇനി അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് പാനിയാക്കി എടുക്കണം. ഇത് ഒരുപാടങ്ങ് നൂൽ പരുവമൊന്നും ആകരുത്, ജസ്റ്റ് ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി കിട്ടിയാൽ മതി. കാരണം നമുക്ക് ഈ ബൂന്തി ഒന്ന് ഉരുട്ടിയെടുക്കാനുള്ള ആ ഒരു വെള്ളം വേണം. ഒരുപാടങ്ങ് കുറുക്കി കഴിഞ്ഞാൽ നമുക്ക് ബൂന്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഉരുട്ടിയെടുക്കാൻ പാടായിരിക്കും. അഥവാ ബൂന്തി ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് കട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാരപ്പാനി കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഈ ബൂന്തിക്കകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് യെല്ലോ കളർ കൂടി ചേർത്ത് കൊടുത്തേ. നമ്മൾ മാവിനകത്ത് കുറച്ച് ചേർത്തിരുന്നു. ഇപ്പോൾ ഞാൻ ഈ പഞ്ചസാര പാനിയിൽ കൂടി കുറച്ച് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ബൂന്തി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബൂന്തി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ഐറ്റം കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്, കുറച്ച് പച്ചക്കർപ്പൂരം. ഇതിൻ്റെ ഒരു സ്മെല്ല് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതിയേ. എനിക്കിതിൻ്റെ സ്മെല്ല് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഒരു നുള്ളേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇത് കൂടിക്കഴിഞ്ഞാൽ ഈ കർപ്പൂരത്തിൻ്റെ ആ ഒരു സ്മെല്ല് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് ഒരു നുള്ളേ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് നമ്മൾ വിളക്ക് കത്തിക്കണ ആ ഒരു കർപ്പൂരം അല്ല, ഇത് അങ്ങാടിക്കടകളിൽ നിന്ന് കിട്ടുന്ന പച്ചക്കർപ്പൂരമാണ്. ഒരിച്ചിരി ചേർത്താൽ പോലും ഭയങ്കര സ്മെല്ലായിരിക്കും അതിന് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ആ ഒരു നെയ്യ് കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരപ്പാനി ബൂന്തിയിലേക്കൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ചു കിട്ടണം കേട്ടോ. നമുക്ക് കുഴച്ചെടുക്കാനുള്ള ആ ഒരു ഇത് വേണം. ഇനി ഇതേപോലെ കുറച്ച് നെയ്യ് നമ്മുടെ കയ്യിലൊന്ന് തടകിയതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുത്താൽ മതിയേ. പിന്നെ ഇതിനകത്തേക്ക് വെക്കാനായിട്ട് ഞാൻ കുറച്ച് ഉണക്കമുന്തിരി കൂടി നെയ്യിലൊന്ന് വറുത്ത് വെച്ചിരുന്നു കേട്ടോ.
അപ്പോൾ ആ ഒരു ഉണക്കമുന്തിരി കൂടി ഓരോന്ന് ഇതിലേക്ക് ചേർത്തിട്ട് വേണം ഇതേപോലെ ഉരുട്ടിയെടുക്കാൻ. ഇപ്പം ഞാൻ എല്ലാം ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിലുള്ള ലഡ്ഡു തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒന്ന് ഷെയറും ചെയ്തേക്കണേ.